വർഷത്തിൽ വെറും 2 മാസം മാത്രം കാണാൻ പറ്റുന്ന നീലവസന്തമാണിപ്പോൾ മൂന്നാറിൽ. ഒരു ദിവസം മതി ഇതെല്ലാം നമുക്ക് കണ്ടുവരാൻ. ഈ പൂവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ പരീക്ഷയിൽ നല്ല വിജയം കൈവരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം പരീക്ഷാക്കാലമല്ലേ, അതുകൊണ്ട് പൂ പറിക്കാൻ മൂന്നാറിലൊന്ന് പോയിട്ട് വന്നാലോ? അപ്പൊ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയത്. ഈ വരുന്ന ബസ്സിനകത്താണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന ബസ്സാണ്. പതിവ് പോലെ ബസ്സിനകത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു യാത്രയും പോകുന്നത്. ഒരു ദിവസം മതി കേട്ടോ നമുക്ക് മൂന്നാറിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. 10:30 ഈ ഒരു ബസ് കോഴിക്കോട് എത്തേണ്ടത്. 416 രൂപ നമുക്ക് മൂന്നാറിലേക്ക് ടിക്കറ്റും വന്നിട്ടുണ്ട്. ബസ്സിനകത്ത് കയറി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മൾ മൂന്നാറിലേക്ക് എത്താനായിട്ടുണ്ട്. ഇതാണ് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ്. ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും ബസ് സ്റ്റാൻഡിലില്ല കേട്ടോ. നമ്മുടെ കോഴിക്കോടേക്ക് പെയ്ത മഴ ഇവിടേക്കും പെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. റോഡിലൊക്കെ നല്ല പോലെ ചളിയുണ്ട്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡബിൾ ഡെക്കർ ബസ് കണ്ടോ, 2 എണ്ണം. അതിനകത്ത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനും നമുക്ക് പോവാം. നമുക്കെന്തായാലും മറയൂരേക്ക് പോകുന്ന ബസ്സാണ് വേണ്ടത്. ബസ് സ്റ്റാൻഡിലെത്തി ഒന്ന് ഫ്രഷായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചായയും വടയും ഒക്കെ കഴിച്ചപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ വന്നിട്ടുണ്ട്. ഏഴ് 30 ഇവിടെ നിന്ന് മറയൂരേക്ക് പോകുന്ന ബസ് പോകുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ച്. മൂന്നാറിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. ഏതൊരു സമയത്ത് വന്നാലും നല്ലൊരു ക്ലൈമറ്റ് തരുന്ന സ്ഥലമാണ് നമ്മുടെ മൂന്നാർ. ഈ ഒരു പാലം കടന്നിട്ട് അപ്പുറത്താണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. എന്തായാലും മുൻപോട്ട് വന്നിട്ടേ ഇവിടെ കുറച്ചു നേരം ബസ് നിർത്തിയിടും. അത്യാവശ്യം ആളുകളൊക്കെ കയറാനുണ്ട്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ് ഉടുമൽപേട്ടയിലേക്ക് പോകുന്ന ബസ്സാണ്. എന്തായാലും ദൂരത്തേക്ക് നോക്കുന്ന സമയത്ത് മലയുടെ മുകളിലൊക്കെ കോടമഞ്ഞും കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിൽ നമ്മൾ ഉടുമൽപേട്ടയിൽ പോയിട്ട് ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ തിരിച്ചു വരുന്ന സമയത്ത് കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി യാത്രയായിരുന്നു. അതെല്ലാം നമ്മുടെ ചാനലിനകത്തുണ്ട് കേട്ടോ. അതുമാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ട്രിപ്പുകൾ മാത്രമാണ് നമ്മുടെ ചാനലിനകത്തുള്ളത്. മുൻപോട്ട് കാണുന്നതാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു കൊടുമുടി ഉള്ളത്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഇത് തന്നെയാണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ആനമുടിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. തേയിലത്തോട്ടത്തിന് നടുവിലെ 3 ആനകൾ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഈ ഒരു താഴെ ഭാഗത്ത് നിൽക്കുന്ന 2 ആനകളെ മാത്രമേ കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരു മേലേ ഭാഗത്തും ഒരാന നിൽക്കുന്നുണ്ട്. ഇത് എത്രയോ ലോങ് ആണ്, എങ്കിലും പെട്ടെന്ന് ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ബസ്സിനകത്ത് വരുന്ന സമയത്തെ ഒരു പ്രധാന പ്രശ്നം ഇതൊക്കെയാണ്. നമ്മുടെ വണ്ടി എടുത്ത് വരുവാണെങ്കിലേ ആനയെ കണ്ടതിൻ്റെ അടുത്തൊക്കെ നിർത്തിയിട്ട് അത്യാവശ്യം വീഡിയോയും ആനയെയും ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോയാൽ മതിയല്ലോ. ബസ്സിനകത്താവുന്ന സമയത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. ഇതാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഫെബ്രുവരി 1 മുതലേ 2 മാസത്തേക്ക് ഇവിടെ എല്ലാ വർഷവും അടച്ചിടും. എന്താ സംഭവം എന്ന് വെച്ചാലേ, വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്ക്. ഇപ്പം വരയാടുകളുടെ പ്രജനന കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അങ്ങോട്ട് കയറാനോ പോകാനോ ഒന്നും പെർമിഷനില്ല. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും തേയിലത്തോട്ടത്തിൻ്റെ ഒരു ലോകത്തേക്കാണ് നമ്മളിങ്ങനെ കയറുക.
ശരിക്കും മൂന്നാറിലെ തേയിലത്തോട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ലക്കം വാട്ടർഫാളിനടുത്തേക്കാണ്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്, അവിടെയാണ് നമുക്ക് കാഴ്ചകൾ കാണാനുള്ളതും. ഈ ഒരു സമയം വരെ നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ കുറച്ച് ദൂരം മാത്രമേ പോകാനുള്ളൂ. അതുകൊണ്ടേ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ശരിക്കും രാവിലെ മൂന്നാറിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാനും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നല്ല തണുത്ത കാറ്റുണ്ടാവും, അതോടൊപ്പം കോടമഞ്ഞും ഉണ്ടാവും. പിന്നെ ഈ ഒരു സമയമായതുകൊണ്ട് ഓഫ് സീസണാണ്. അതുകൊണ്ട് മൂന്നാറിൽ ഇപ്പം ആളുകളൊക്കെ വളരെ കുറവാണ്. അപ്പം ഈ ഒരു സമയത്ത് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മനസമാധാനത്തോടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മളിതാ വാഗവരെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ബസ്സിനകത്ത് വരുവാണെങ്കിൽ ഇവിടെ ഇറങ്ങിയാലും മതി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാഴ്ചകളാണ്. ഇവിടെയൊക്കെ എത്തിയ സമയത്ത് നമ്മൾ എന്താണ് കാണാൻ വന്നത് എന്ന് മനസ്സിലായില്ലേ? ജക്രാന്ത മരങ്ങൾ ഇതേപോലെ പൂത്തു നിൽക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഏകദേശം ഇറങ്ങാനായിട്ടുണ്ട്. നമ്മൾ കാണാൻ വന്നിട്ടുള്ള പൂക്കളാണിതാ ഈ കാണുന്നതെല്ലാം. നിങ്ങൾ വരുന്ന സമയത്ത് ഒന്നുകിൽ വാഗവര എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങുക, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതാ ലക്കം വാട്ടർഫാളിനടുത്താണ് ബസ് ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ വന്നിട്ടുള്ള അതേ റൂട്ടിലേക്ക് നടന്നാലും മതി. ഇവിടെയാണ് ലക്കം വാട്ടർഫാൾ. ഈ ഒരു സമയത്ത് വെള്ളമൊക്കെ വളരെ കുറവാണ്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ജക്രാന്ത മരങ്ങൾ പൂത്തു നിൽക്കുന്നതേ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇന്ന് വരെ കാണാത്ത കാഴ്ചകളായതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കെല്ലാം ഒരു പുതുമയുണ്ട്. ഇവിടെ വന്ന് റോഡിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നോക്കിയാലേ കണ്ണെത്താ ദൂരത്തോളം തേയിലത്തോട്ടങ്ങളാണ്. പച്ച പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടത്തിന് നടുവിലെ തല ഉയർത്തി നിൽക്കുന്ന ജക്രാന്ത മരങ്ങളുണ്ട്. അതിൻ്റെ മുകളിലാണെങ്കിൽ മൊത്തമായിട്ട് പൂക്കളും. ഏറ്റവും കൂടുതൽ നീലവാക ഇതേപോലെ പൂത്തു നിൽക്കുന്നത് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ്. നമ്മൾ ലക്കം വാട്ടർഫാളിനടുത്താണ് ബസ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ വന്നിട്ടുള്ള അതേ റൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ഇവിടെ ഓഫ് സീസൺ ആണെങ്കിലും ഇപ്പം എല്ലാ ആളുകളും ഇവിടേക്ക് വരുന്നതേ ഇവിടുത്തെ നീലവസന്തം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു റൂട്ടിൽ വരുവാണെങ്കിൽ നീലവാകയും അതോടൊപ്പം മറയൂർ ചന്ദനത്തിൻ്റെ കാഴ്ചകളും പിന്നെ മറയൂർ ശർക്കരയും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാന്തല്ലൂരിലേക്കും പോവാം. നിങ്ങളെന്തായാലും ഈ ഒരു റൂട്ടിൽ വരുന്നുണ്ടെങ്കിലേ ഇതെല്ലാം കാണുന്ന സമയത്ത് എന്തായാലും വണ്ടി നിർത്തിയിട്ടേ ഒരു ഫോട്ടോ വീഡിയോ എടുക്കാതെ നിങ്ങൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ എസ്റ്റേറ്റിനുള്ളിലേക്ക് നമുക്ക് ഇറങ്ങാനോ പോകാനോ ഒന്നും പെർമിഷൻ ഇല്ലെങ്കിലും രാവിലെ നേരത്തെ ആണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മെല്ലെ ഒന്ന് താഴെ ഭാഗത്തേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആകാശം മുട്ടി നിൽക്കുന്ന വാഗമരം കാണാനേ, ആ ഒരു നീലവാക പൂത്തു നിൽക്കുന്നത് കാണാനേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഇത് വർഷത്തിൽ വെറും 2 മാസം മാത്രമേ ഇതേപോലെ പൂത്തു നിൽക്കൂ. ആ ഒരു സമയത്ത് വന്നാൽ മാത്രമേ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനും പറ്റൂ. സീസൺ ആവുന്ന സമയത്ത് വാട്ടർഫാളും അതോടൊപ്പം തന്നെ പച്ച പുതച്ച തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാനുണ്ട്. നല്ല ഭംഗിയിൽ നീല പുതച്ച് നിൽക്കുന്ന നീലവാക. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ജക്രാന്ത മരങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചത്. ഈ ഒരു മരത്തിൻ്റെ പൂക്കൾക്ക് കൊതുകുകളെ തുരത്താനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അതേപോലെ തന്നെ വേറെ ഒരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. ഈ ഒരു ജക്രാന്ത മരത്തിൻ്റെ പൂവേ അത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയൊക്കെ എഴുതുകയാണെങ്കിലേ പരീക്ഷയിൽ നല്ല വിജയം കൈവരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണല്ലോ ഒരുവിധം പരീക്ഷകളൊക്കെ നടക്കാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു മരത്തിന് പരീക്ഷാ മരം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, ഈ ഒരു ജക്രാന്ത മരത്തിൻ്റെ പൂവ് കയ്യിൽ വെച്ചുകൊണ്ട് പരീക്ഷ എഴുതിയാലൊന്നും ജയിക്കാൻ പോകുന്നില്ല. അത് നല്ല പോലെ പഠിച്ചാൽ മാത്രമേ, നല്ല പോലെ പരീക്ഷ എഴുതിയാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഇങ്ങനത്തെ കഥകളൊക്കെ പണ്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതും വെച്ചുകൊണ്ട് ഇപ്പം പൂവും പറിച്ച് പരീക്ഷയ്ക്കൊന്നും പഠിക്കാതെ പോയിട്ട് പരീക്ഷ എഴുതിയാലേ തോറ്റ് വീട്ടിലിരിക്കേണ്ടി വരും. താഴെ ഭാഗത്ത് ഇതേപോലെ പൂക്കൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഇപ്പം തന്നെ പകുതി മുക്കാലും നിലത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് ഇവിടേക്ക് വരാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറും 2 മാസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ കാഴ്ചകളും ഈ ഒരു വീഡിയോയും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലത്തെ നീലവസന്തമൊക്കെ ഒന്ന് വന്ന് കാണണം. ഇതൊന്നും നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ യഥാർത്ഥ ഭംഗി മനസ്സിലാക്കാനേ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്താൽ സെറ്റായിരിക്കും. എന്തായാലും നമ്മളെടുത്ത് ആ ഒരു മുതലില്ലാത്തതുകൊണ്ട് തന്നെ മുകളിലത്തെ കാഴ്ചകളൊന്നുമില്ല. താഴെ ഭാഗത്തൊന്നും മുകളിലേക്കുള്ള കാഴ്ചകൾ ഭംഗിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പൂവിൻ്റെ ഭംഗി കണ്ടിട്ടേ റോഡും വന്ന് താഴ്ത്തിറങ്ങി. ഇപ്പോൾ ടീ എസ്റ്റേറ്റിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരുവിധം എല്ലാ ഭാഗത്തും ഇതേപോലത്തെ മരങ്ങളുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയെന്ന് വെച്ചാൽ ഇത് വെറും 2-3 മാസം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഈ ഒരു നീലവാക പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരം നമ്മൾ വന്നിട്ടുള്ളത്. ഞാനിപ്പം നടക്കുന്ന ഇതിലൊന്നും നമുക്ക് നടക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല. പക്ഷേ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഇവിടെയൊന്നും ആരുമില്ല. അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം തീരും എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോരോ മരങ്ങൾ കാണുന്ന സമയത്ത് അതിനടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളിപ്പം നടക്കുന്നതിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കുന്നതേ, നീലവാക ഇങ്ങനെ പൂത്ത് പന്തലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മരത്തിൻ്റെ മുകളിലൊന്നും ഇലകൾ പോലും കാണാനില്ല, മൊത്തമായിട്ട് പൂക്കൾ തന്നെ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് റോഡിൻ്റെ മുകളിൽ കയറിയപ്പോഴേക്കും ഇതാ പശുക്കളുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. റോഡിൻ്റെ മുകളിലൂടെ പശുക്കൾ നടക്കുന്നതും താഴെ ഭാഗത്ത് തേയിലത്തോട്ടവും അതിൻ്റെ നടുവിൽ തല ഉയർത്തി ജക്രാന്ത മരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ചയും ഒക്കെ ഒരു കാലത്തും മറക്കാനാകാത്ത ഫ്രെയിമുകളാണ്. നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വരണം, ഇവിടുത്തെ കാഴ്ചകൾ കാണണം. ബസ്സിനകത്ത് വന്നില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്ത് വന്നാലും മതി, കാഴ്ചകൾ കാണാനുണ്ട്. ഈ ഒരു നീലവസന്തം വെറും 2 മാസം മാത്രമേ ഇവിടെ ഉണ്ടാവും. എങ്കിലും മൂന്നാറിലെ ഇത് കഴിഞ്ഞാൽ അടുത്ത വസന്തം വരും. അങ്ങനെ മാറി മാറി വസന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാഴ്ചകൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ. ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.